ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ വേവിച്ചെടുത്തിട്ടുള്ള ബീഫോ അല്ലെങ്കിൽ മട്ടനോ ചിക്കനോ എന്തോ ആവട്ടെ, നമ്മൾ മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മുതൽ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ചെറിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പാർസലാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണല്ലോ ഉണ്ടാകുക, പാക്കിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നന്നായിട്ട് ഐസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ വിട്ടതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി പുറത്ത് തന്നെ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടർന്ന് വരും. അതൊന്നിങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ചെറിയ ഉള്ളി ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടാണ് അത് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ ഉള്ളി വേണ്ട. അതിന് പകരമാണ് ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതായത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ നമ്മൾ സാധാരണ വറുക്കുന്നത് പോലെ തന്നെ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടണം കേട്ടോ. ഈ ഒരു കളർ മതി. ഇനി നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാനിൽ ഞാൻ ഒരല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പഴുത്ത പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടാവും. എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് നമ്മൾ വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ ഈ ഒരു പരുവെത്തുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതുകൊണ്ടാണ് കേട്ടോ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ളതേ കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീഫ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുക. പിന്നെ അതേപോലെ ഒരു 2-3 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്നങ്ങ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 1-2 മിനിറ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. കൂടുതലൊന്നും നമ്മളിത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ അടിപൊളി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പാർസൽ വരുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ. പിന്നെ അതേപോലെ ഇത് നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടമാവും. അതുപോലെ തന്നെ പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്കിനി പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്